तेरी तरफ जाना हो तू कभी रूबरू, शोर शराबा जो सीने में है मेरे कैसे बयां मैं करूं, हाल जो मेरा है मैं किसको बताऊं मेरे साहिबा, दिल ना किराए का थोड़ा तो संभालो ना, नाजुक है ये टूट जाता है साहिबा, नींदे बींदे आए. ഹേ ഓൾ, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോ ഞാൻ സൺഡേ എടുത്തതാണ്, കുറച്ച് ലേറ്റായി അപ്ലോഡ് ആക്കാൻ. അപ്പം ഞാൻ പ്രിന്റ് ചെയ്യാനും പിന്നെ കുറച്ച് സാധനം വാങ്ങാനും ഉണ്ടായിന്. അപ്പം അങ്ങനെ പോകുന്ന വീക്കാന്ന് ടൗണിലെത്തുമ്പോൾ ഈ ഫ്ലവേഴ്സ് കാണുന്നത്. ഫ്ലവേഴ്സ് അങ്ങനെ ഡെയിലി ഒന്നും ഉണ്ടാവൂല, ഇത് ഷോപ്പല്ല, ഇങ്ങനെ റോഡ് സൈഡ് വെക്കുന്നതാണ്. ഞാൻ രക്ഷയ്ക്ക് പാടാണ് അവിടെ റോസ് വെക്കുന്നത് കണ്ട്. അപ്പം അവിടെ ഫുള്ള് തിരക്കുണ്ടായിന്, കുറെ ആൾ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രിന്റ് ഷോപ്പിലെല്ലാം പോകാനുണ്ടായതുകൊണ്ട് ഞാൻ ആ ചേച്ചിൻ്റെ പൈസ കൊടുത്തിട്ട് കവറിലിട്ടിട്ട് ആടെന്നെ വെച്ചിട്ട് പ്രിന്റ് എടുത്തിട്ട് വരുമ്പോ എടുത്തതാണ്. അങ്ങനെ പിന്നെ അതെല്ലാം വാങ്ങിച്ച് നേരെ മൗലവിയിലേക്ക് പോയി. മൗലവിന്ന് എനിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിന്. എന്നിട്ട് ഞാൻ ആടുന്ന് കുറച്ച് ബോക്കറ്റ് ഷീറ്റ്സും പിന്നെ നോട്ടും പാറ്റേൺ പേപ്പർ അതെല്ലാം വാങ്ങാനുണ്ടായിന്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ടാൻ വെക്കണ്ട്. ഉമ്മ വിളിക്കുന്നത് വരുമ്പോ പച്ചക്കറി വാങ്ങണമെന്ന്. അങ്ങനെ പച്ചക്കറി പിടിയിൽ പോയിട്ട് ഈ സാധനം ഇല്ലേ, ഇതിനെന്ത് പറയലേ, കപ്പ, ആ സാധനം വാങ്ങാനാന്ന്. ആ സാധനത്തിനാണെങ്കിൽ ഫുള്ള് ചളി. അങ്ങനെ അത് എന്റെ പുറത്തൊക്കെ ഫുള്ള് ചളിയായി, അത് മുട്ടിയിട്ട് ലാസ്റ്റ് ഞാനൊരു റിക്ഷയിൽ കയറിയിട്ട് അങ്ങനെ പൊരക്കേക്ക് റിട്ടേൺ വന്നു. ഇപ്പൊ ഈ ചെടി നടാനുണ്ട്. ഇത് 3 ഞാൻ എവിടെ വെക്കുന്നു കുറെ ആലോചിച്ച്. കാരണം ചട്ടിയോ മണ്ണോ അങ്ങനെ ഒന്നുമില്ല, മറ്റേ ഫുള്ള് പൊയ്യാണ്. പൊയ്യന് മുകളിൽ കുറച്ച് കപ്പടി ഇട്ടതാണ്, അത് കല്ല് പോലത്തെ മണ്ണ്. ഇവിടെ ഞാൻ ഏടെ നടല്ലത് ഈ തട്ടിൽ വേനില്ലേ, പണ്ട് ഇവിടെ കുറെ ചെടി ഉണ്ടായിന്. അപ്പൊ ഞാൻ ഭയങ്കരത്തിൽ നോക്കിയൊരു പ്ലാന്റ് ആണ് ഈ തട്ടിൽ വേൻ. ഈ കാട്ടിൽ ഞാൻ ഏടെ ചെടി നടാന്, ഇവിടെ കുഴിച്ചു നോക്കുമ്പോ ഫുള്ള് കല്ലില്ല മണ്ണ്. പിന്നെ ഫസ്റ്റ് ആയിട്ട് വാങ്ങിയ ചെടി എങ്ങനെ ഈ കാട്ടിൽ നടലത്. അങ്ങനെ പിന്നെ ഞാൻ കുറെ ചെളിച്ചിൽ നോക്കിയിട്ട് ലാസ്റ്റ് 2 ചെടി ഒരു പോട്ടിലും പിന്നെ ഒന്ന് വേറൊരു പോട്ടിലും നട്ട്. ഞാൻ ഇവിടെ എല്ലാം മാന്തി നോക്കി, അപ്പൊക്ക് ഫുള്ള് കല്ലിന് വളരോ വാടിപ്പോവൊന്നും അറിയില്ല. പിന്നെ ഈ കാണുന്ന ചെടിയില്ലേ കൊളാമ്പി, ഇതും പിന്നെ ഈ ചെടിയും ഇതെന്റെ ഉമ്മാന്റെ ആണ്. ഇതാകുമ്പോ ഞാൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തീർന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സ് ഉണ്ടായിന് വരക്കാനും, അങ്ങനെ കുറെ ഉണ്ടായിന്, കുറെ വർക്ക് ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ കളർ ചെയ്യാനുണ്ടായിന്. കളർ ചെയ്യാനിരുന്ന എത്ര ടൈം പോയി തന്നെ അറിയില്ല. കളർ കുറെ വേസ്റ്റ് ആവും നമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത്. നമ്മൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ കളറ് വേസ്റ്റ് ആവൂല, കാരണം നമ്മ ഓരോരാൾ ഓരോരു കളർ എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യലാണ്. ഇത് നമ്മ കളർ മിക്സ് ആക്കുമ്പോൾ നമുക്ക് ആ കളർ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആദ്യം നമ്മൾ കളർ വയ്ക്കണം. ആകെ 3 കളർ കൊണ്ട് എല്ലാ കളറും ഉണ്ടാക്കണം. 12 കളർ ഉണ്ടാക്കണം 3 കളറും കൊണ്ട്. അപ്പൊ ഈ കളർ വേസ്റ്റ് ആയ പിന്നെ പോയി. ഇതെല്ലാം കാണുമ്പോൾ ഈസി ആയിരിക്കും, നമുക്കെല്ലാം എന്തോ ഒരു തിരക്കുണ്ടായിന് ഇത് ചെയ്യാൻ, കളർ മിക്സ് ആക്കുന്നത്. ഇപ്പൊ പിന്നെ മിക്സ് ആക്കി കിട്ടാത്തപ്പോ പിടിഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ലോ ഫിനിഷ് ആക്കി. ഇതാണ് ലാസ്റ്റ് പ്ലേറ്റിന്റെ കോലം. ഇത് ഞാൻ ഫുള്ള് കളർ ടെസ്റ്റ് ആക്കി, ഞാൻ ഉദ്ദേശിച്ച കളർ വന്നോ എന്നല്ല. ഇനി ഇതേ കളർ വേല് ഡ്രോയിങ് ബുക്കിൽ വരക്കാനുണ്ട്. എന്നിട്ട് ഡ്രോയിങ് ബുക്കിൽ വെച്ചിട്ടും കളർ ചെയ്യാനുണ്ട്. ഇതേപോലത്തെ വേറെ 3 വരക്കാനുണ്ട്. കുറെ പണിയുണ്ട് ഈ കളറും കൊണ്ട്. ലാസ്റ്റ് ഞാൻ എന്തൊക്കെയോ ചെയ്തായാലും എല്ലാ കളറും അതിൽ ടെസ്റ്റ് ചെയ്തല്ലേ, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എന്ത് കളർ കിട്ടുന്ന നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ സമയം അതെല്ലാം കൂടി മിക്സ് ആക്കി. എനിക്ക് കിട്ടിയ കളർ എന്തോ ഗ്രേ പോലത്തെ ഒരു കളറാണ്, സിമെന്റ് കളറാണ് കത്തെ. അങ്ങനെ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ ഏകദേശം വൈകുന്നേരമായി. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പുറത്തെ ഫുള്ള് ചളി ഉണ്ടായിരുന്നു പുറത്തേക്ക്. ടൗണിലെല്ലാം പോയത് സാധാരണ പുറത്തെ വാശാക്കല് മറ്റേ ഉറുപ്പിന്റെ ഷാമ്പിലാണ്. ഇപ്പൊ പിന്നെ ആർക്കും വേണ്ടാത്ത കണ്ടീഷണർ ഉണ്ടായോണ്ട് ഇതിലെന്നെ വാശാക്കലത്. ഇതിൽ അത്ര വലിയ സ്റ്റോണൊന്നുമില്ല, വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റും. പക്ഷെ പർദ്ദ പൊതുവേ ഞാൻ വാഷിംഗ് മെഷീനിൽ നനക്കലില്ല. അത് ഇങ്ങനെ കളറ് പോകുന്ന പറയില്ലേ സർപ്പിട്ടാല്, അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം ഇങ്ങനെ പോത്തിട്ട് വെക്കും. പിന്നെ വൈകുന്നേരം ആയിട്ടാകുമ്പോ ഇച്ചാനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകാനുണ്ടായിനി. അങ്ങനെ നമ്മ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി എന്തായാലും വരാൻ ലേറ്റ് ആവും. അപ്പൊ ഞാൻ എന്തൊക്കെ കർട്ടനിൽ താത്തിട്ട് സാധനം വാങ്ങാനും പോകാനുണ്ടായിനി. വൈകുന്നേരം ആകുമ്പോ ഇതാണ് പ്രശ്നം, വലിയ ഗേറ്റ് കിട്ടും. ആ ഗേറ്റ് തുറക്കണം കുറേ സമയം കഴിയും. അപ്പൊ പുറക്കുന്നിറങ്ങുമ്പോഴേ മഴ ചാറ്റിലുണ്ടായിനി. കാനങ്ങൾ ടൗണിലെത്തുമ്പോക്ക് ഫുള്ള് മഴ പെയ്തിട്ട് ബ്ലോക്കും ഉണ്ടായിന്. അങ്ങനെ നമ്മ ഹരിമല്ല ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. ഇവിടെയാണെങ്കിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഉമ്മാറിനെ നീ ഫസ്റ്റ് പോയിട്ട് നോക്ക് എന്നിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് പോയിട്ട് നോക്കി തിരക്കുണ്ടോന്ന്. അപ്പൊക്കെ തിരക്കൊന്നും ഇല്ല. 65 പോയതേ ഉള്ളൂ. 68ാമത്തെ ടോക്കൺ നമുക്കും കിട്ടി. അങ്ങനെ പിന്നെ ടോക്കണെല്ലാം എടുത്തിട്ടിരിക്കുമ്പോ അവനെ മുമ്പ് കാണിച്ച ലിസ്റ്റ് എടുക്കാൻ മറന്നു. അങ്ങനെ ഞാൻ പോയിട്ട് ആ ലിസ്റ്റ് എല്ലാം എടുത്തിട്ട് വന്ന്. അപ്പൊ അവനിക്കൊരു 2 വീക്സോളായി പനി. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, നമ്മളിതെല്ലാം പോയി. പക്ഷെ അവൻ്റെത് മാറിയിട്ട. അങ്ങനെ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാകുമ്പോ കുറച്ച് ലേറ്റായി.
ഒരു 5-6 മണിയായി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഷോപ്രിക്സിലേക്ക് പോയി കുറച്ച് സാധനം വാങ്ങാനുണ്ടായി. ഫസ്റ്റിനെ നമ്മ മോളത്തെ സെക്ഷനിലേക്കാണ് വന്നത്. ഈ ചട്ടി കണ്ട ഏടെയാലും എൻ്റെ ഉമ്മ നിന്നിട്ട് നോക്കുന്നത്, മേണിക്കില്ലെങ്കിൽ അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ താഴേക്ക് പോയിട്ട് താഴ്ന്ന് കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഐറ്റംസ് എല്ലാം എടുക്കാനുണ്ടായിന്. അങ്ങനെ അതെല്ലാം എടുത്തിട്ടായിട്ട് ആടുന്ന് വലിയൊരു ബില്ലും കൊണ്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ പിന്നെ നമ്മ അതിന്റെ ഇപ്പുറത്തെ ഒരു ബേക്കറി ഉണ്ട്, അതിന്റെ ഉള്ളിൽ തന്നെ ആടുന്ന് കുറച്ച് മിക്സ്ഡ് ബേക്കറി ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിയിട്ട് പൊരിക്കേക്ക് നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഇനിയിപ്പോൾ ഇല്ല പണി ഈ വാങ്ങിയ സാധനമെല്ലാം എടുത്ത് വെക്കാനുണ്ട്. പിന്നെ ഇപ്പായിട്ടില്ല എനിക്കില്ല സുഖടാന്ന് ഈ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്നത്. ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും, എൻ്റെ ഉമ്മാക്കെല്ലാം ഉണ്ട് ഈ ചായ കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെ തലവേദന. ആ ചായ കുടിച്ചാലോ ഒരു സമാധാനമായി. സാധനം വാങ്ങിയിട്ട് വന്നാൽ ഞാൻ ഫസ്റ്റ് എടുത്ത് വെക്കല് മല്ലിയിലയാണ്. എനിക്ക് അതിങ്ങനെ എടുത്ത് വെക്കാൻ എന്തോ ഒരു ഇഷ്ടമാണ്. കാരണം അത് നമ്മൾ ഇങ്ങനെ ടിഷ്യൂ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഓരോ ലെയർ വെക്കൂലേ. ഇതിപ്പോ നല്ല ഫ്രഷ് മല്ലിയിലയാണ്, നമ്മ അവിടുന്ന് വാങ്ങിയതാണ്. ഇത് 2-3 കെട്ടുണ്ട്, അങ്ങനെ കെട്ടായിട്ട് വാങ്ങിയതാണ്. അങ്ങനെ ഞാൻ തണ്ടെല്ലാം മുറിച്ചിട്ട് കെട്ടെല്ലാം വെച്ചിട്ട് അങ്ങനെ ആക്കി ഓരോ ലെയർ വെച്ചിട്ട് അതിന്റെ മുകളിൽ ടിഷ്യൂ വെച്ച് അങ്ങനെ അതും സെറ്റാക്കി. പിന്നെ രാത്രി ഫുഡ് ഷവർമയാണ് കേട്ടോ. എനിക്ക് 2 ദിവസം എനിക്ക് ഷവർമ പ്രാന്തള്ളായിട്ട്. എൻ്റെ ഉമ്മക്കാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ഷവർമ ഇഷ്ടമല്ല, ഉമ്മ തിന്നലൂല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും പൊരിക്കന്നെ ആക്കാന്ന്. അങ്ങനെ ഇപ്പൊ രാത്രിയാണ് ആക്കുന്നത്, പകലൊന്നും ടൈമില്ല. അങ്ങനെ തന്നെ ഉമ്മ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെന്ന് ചിക്കൻ പൊരിച്ചെന്ന്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയേ വേണ്ടു. ഇല്ലെങ്കിൽ ഞാനൊരു സ്പെഷ്യൽ സോസെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടാ. അതിൽ തിന്നിട്ട് ഞാൻ നേരെ എൻ്റെ കളർ വെയിലിന് മുമ്പിൽ ഇരുന്നേനെ. അത് ഡ്രോയിങ് ബുക്കിലേക്കും കൂടി ചെയ്യാനുണ്ട്. ഇത് നാളെ സബ്മിറ്റ് ആക്കണം. ഇത് കറക്റ്റ് ഡേറ്റിന് സബ്മിറ്റ് ആക്കിയില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്ത് തീരുമ്പോഴേക്ക് 2 മണിയായി സമയം. ഞാനൊരു ഫിലിമെല്ലാം വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായതാണ്. അങ്ങനെ ഫിലിമും കഴിഞ്ഞ് കളർ വെയിലും കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.